ഹായ് ചമരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ A70 എന്ന് പറഞ്ഞ മോഡലാണ്. LED ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. നമ്മളിപ്പോൾ LCD ആണ് മാറാൻ പോകുന്നത്. LED ഡിസ്പ്ലേ വരുന്ന ഒരു മൊബൈലിൻ്റെ അകത്ത് LCD മാറുമ്പോൾ വരുന്ന ഇഷ്യൂസ് ഒരുപാടുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സെൻസർ തുടങ്ങി ഹീറ്റ്, പിന്നെ അതുപോലെ തന്നെ സീറ്റിംഗ്. ഏറ്റവും വലിയ വിഷയമാണ് നമ്മൾ സീറ്റിംഗ്. LED ഉള്ള ഒരു മൊബൈൽ നമ്മൾ ഇളക്കി മാറ്റിയിട്ട് LCD ചേഞ്ച് ചെയ്യുമ്പം സീറ്റിങ്ങിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലം ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് സൈഡിൽ ലൈറ്റ് കയറി വരുന്നത്. നമ്മൾ എങ്ങനെ സീറ്റാക്കിയാലും ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് കസ്റ്റമർ കൊണ്ടുവന്നിട്ട് പറയും ഈ സൈഡിൽ മൊത്തം ലൈറ്റ് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഒരു ലൈറ്റ് വെട്ടവും പുറത്ത് വരത്തില്ല. അപ്പോൾ ഞാൻ ബാക്ക് പാനൽ ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുകയാണ്. ഓൾറെഡി ഇളക്കിയിട്ടുള്ള മോഡലാണ്, അതുകൊണ്ട് ബാക്ക് പാനൽ വലിയ പിടുത്തമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ്ടേ ചെറുതായിട്ട് 4 സൈഡിലും ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എടുത്താൽ മതി, വലിയ പിടുത്തമൊന്നുമില്ല. ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് തിക്കിയിട്ട് എടുത്താൽ മതി. കാരണം ഇളക്കിയ മൊബൈൽ ആയതുകൊണ്ട് വലിയ പിടുത്തം കണ്ടോ, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് പാനൽ കവർ ഇളക്കിയിട്ടുണ്ട്. വേറെ ഗമ്മൊന്നും വെച്ച് ഒട്ടിച്ചിട്ടില്ല മച്ചാൻ, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഇളകി വന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാണ്. ഇവിടെ ഈ റിങ് കണ്ടോ, അതായത് ബാക്ക് പാനൽ കവർ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ എല്ലാ മോഡലിൻ്റെ അകത്തും ഈ ഒരു റിങ് ഉണ്ടാവും ഫുള്ളായിട്ട്. നമ്മുടെ ഫ്രെയിമിന് ചുറ്റിലും വരുന്ന ഒരു റിങ് ആണ് ഇതിൻ്റെ മൊത്തം പ്രൊട്ടക്ഷൻ വച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത് ഇളക്കാണ്. അപ്പോൾ സ്ക്രൂ എല്ലാം ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് LED ഡിസ്പ്ലേയിലിരുന്നും നമ്മൾ LCD ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ്, അതായത് പ്രോബ്ലംസ്. ഇപ്പം നമ്മൾ സീറ്റിങ്ങിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഓവർ ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം സീറ്റിംഗ് ആണ്. ഇപ്പം കസ്റ്റമർ പറയും നല്ല രീതിയിൽ സീറ്റ് ആവണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേ എങ്ങനെ എടുത്താലും ചില ഡിസ്പ്ലേകൾ സീറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് മുറുക്കി കുറേ പണികളൊക്കെ ചെയ്യും. അങ്ങനെ പണി ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കാം. കാരണം ഇത് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു മൊബൈലാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഓവർ ടൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സീറ്റിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേക്കകത്ത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ, അതായത് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരും, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കാം ഈ വീഡിയോയിൽ. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതാണ്ട് റിങ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു. മെയിൻ സ്ട്രിപ്പ് അവിടെ ഉണ്ട്. മെയിൻ സ്ട്രിപ്പ് ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കി വിടണമെങ്കിൽ ഇളക്കി വിട്ടിട്ട് നമുക്ക് ഇളക്കി മാറ്റി വെച്ചിട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പം ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇളക്കി വിട്ടിട്ടുണ്ട്. താഴെ സൈഡിലാണ് ഡിസ്പ്ലേ സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഈ താഴെ സൈഡിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതലും സീറ്റിംഗ് ഇഷ്യൂ വരുന്നതും. ഈ താഴെ വരുന്ന മോഡലിന് ശ്രദ്ധിച്ചാൽ മതി, സീറ്റിംഗ് ഇഷ്യൂ കൂടുതലുണ്ടാവും. അല്ലാതെ നമുക്ക് സെൻറ്ററിൽ മുകളിൽ മദർ ബോർഡുമായിട്ട് ഡയറക്റ്റ് ഉള്ള സ്ട്രിപ്പുകളിൽ വലിയ സീറ്റിംഗ് ഇഷ്യൂ വരത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞങ്ങൾ ഇനി മാറുമ്പോൾ ഇനിയിപ്പോൾ LED ഇളക്കാൻ പോവാണ്. ഇവിടെ ഞാൻ സെപ്പറേറ്റർ യൂസ് ചെയ്യാതാണ് ഇളക്കുന്നത്. ഒരുപാട് പേര് LCD സെപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നില്ല. കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇളക്കിയെടുത്ത് ഞാൻ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെപ്പറേറ്ററൊക്കെ എടുത്തുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്തോ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ വർക്ക് വേണമെങ്കിൽ കുറയുമായിരിക്കും സെപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് അവരവരെ മനസ്സാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അതാണ്ട് ഒരു സൈഡിൽ ഇരുന്നു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ബ്ലേഡ് കയറ്റി വെച്ചിരുന്നതാണ് ഗ്യാപ്പിന് വേണ്ടി. എന്നിട്ട് നമ്മുടെ ഓപ്പണർ വെച്ചിട്ട് ഇങ്ങനെ തിക്കുന്നുണ്ട്. ഇത് പയ്യെ പയ്യെ ഇളക്കാണ്. ഇതിൻ്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സാംസങ് LED ഇളക്കുമ്പോൾ ഇതിന് നടുക്ക് ഭാഗത്ത് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടാവും. കമ്പനിയുടെ ഒരു സ്റ്റിക്കറാണ് അത്. നല്ലൊരു ഗമ്മാണ് വെച്ചാൽ നല്ല പിടിത്തമായിരിക്കും. പണ്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ലായിരുന്നു, ഈ LCD സെപ്പറേറ്റർ ഇതൊന്നുമില്ല. അന്ന് ഇതുപോലെ ഇളക്കുന്ന, അതുപോലെ തന്നെ ഈ ഗമ്മൊന്നും ഇല്ലായിരുന്നു. ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അതും സൂപ്പറാണ്. പക്ഷേ അത് ഇളകിപ്പോവും, പൊടിയൊക്കെ അടിച്ച് ഇളകി വരും, കസ്റ്റമർക്ക് വരും. എന്നാലും അന്ന് ഡബിൾ സൈഡ് ടേപ്പാണ്. അന്നേരം ഈ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഈ ആട്ടോ ടച്ചും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗമ്മ് വന്നതിന് ശേഷമാണ് ഇത്രയും പണി. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഗ്ലാസ് നൈസിന് ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാനുണ്ടോ. പണ്ട് ഇളക്കുന്ന ഒറ്റ ഒരു രീതിയേ ഉള്ളൂ, വലിച്ചങ്ങോട്ട് ഇളക്കും, വലിച്ച് തന്നെ ഇളക്കും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഇതൊന്നും ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഈ ഹീറ്റ് കൊടുക്കുന്നില്ല, ഹീറ്റ് കൊടുത്തിട്ട് ഞാൻ ഈ തിക്കുന്ന പോലെ ഒന്നും തിക്കൂല അധികം. ഒരു മൂലയ്ക്ക് ഇരുന്ന് തിക്കി മേളിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് പിടിച്ചിട്ട് ഒറ്റ വലിയും വലിക്കും, പറ അങ്ങ് പറഞ്ഞു വരും. പക്ഷെ അതേ സമയത്ത് ഇത് ഒരുപാട് പൊടിയും, ഈ ഗ്ലാസ് ഇഷ്ടം പോലെ പൊടിഞ്ഞു വരും. അത് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ മൊത്തം ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന കാണാൻ പറ്റും. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഈ ഫുഡ് കഴിക്കാനായിട്ട്. കാരണം മുമ്പൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കൊക്കെ ഒരുപാട് ഒട്ടിയിരുന്നിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അത് റിയൽ ആയിട്ട് കാണിച്ചു തരാം. കാരണം ഇപ്പോഴുള്ള ടെക്നീഷ്യന്മാരുണ്ടല്ലോ,
നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഇതുപോലെയാണ് ഇളക്കുന്നത്. ഇപ്പോൾ ഉള്ള ഗമ്മുമില്ല, ഡബിൾ സൈഡ് ടേപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു സമയത്തുള്ള ടെക്നീഷ്യൻ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല മച്ചാൻ. അതൊരു രസമാണ് അന്നത്തെ സമയം. ഓക്കെ, അപ്പൊ ഞാൻ അതാണ്ട് ഒരു സൈഡിൽ നിന്ന് തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ചെറിയ തരിയാണ്, കയ്യിലൊക്കെ കൊണ്ട് കയറും. അതുകൊണ്ട് നിങ്ങൾ ക്ലൗ യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. ഞാനത് ഇവിടെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഇല്ല വേണ്ടെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഒന്നും കൂടി എടുത്തിട്ട് ഇളക്കാണ്. ഇനി ഞാൻ വലിച്ചിളക്കത്തേ ഉള്ളൂ. ആ ഒരു എഡ്ജ് എടുത്തിട്ട് ഞാൻ വലിച്ചിളക്കും. ഈ നടുക്കുണ്ടോ, ഈ ഗമ്മുണ്ടോ, ഭയങ്കര പിടിത്തമാണ് വെച്ചാൽ, ഭയങ്കര പിടിത്തമാണ്. അപ്പോൾ പണ്ട് നമ്മൾ ഇത് ചെയ്തപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൈ വെച്ചാണ് എല്ലാം ഫുള്ളും ചെയ്യുമ്പോഴേക്കും എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഒരു രസമാണ് കേട്ടോ. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതൊരു രസമാണ്. അതാണ്ട് വലിച്ചിളക്കാൻ ഒരു ഇച്ചിരി ഇച്ചിരിയായിട്ട് കാണിക്കാൻ നിൽക്കണ്ടോ. അതാണ് അകത്ത് കണ്ടോ, ആ ഗമ്മിന്റെ പിടുത്തം നിങ്ങൾ നോക്കിക്കോണേ. ഇതാ കണ്ടോ, നല്ല ഗമ്മാണ് കേട്ടോ. ഈ ഗമ്മ് ഞാൻ ഇളക്കി കളയത്തില്ല, അങ്ങനെ തന്നെ വെച്ചേക്കും. നമ്മൾ LCD മാറുമ്പോഴും കുറച്ച് പിടുത്തം കൂടി കിട്ടും. സീറ്റിങ്ങിന് ഇച്ചിരി ഉപകാരപ്പെടും. അതുകൊണ്ട് അത് ഇളക്കി കളയത്തില്ല. അതാണ് നമുക്ക് എങ്ങനെയുണ്ട് കണ്ടോ, ഓരോരു ഇഞ്ചിഞ്ചായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതാണ്ടേ വലിച്ച് ഇളക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല, പക്ഷെ താഴെ നോക്കിക്കോണേ കുറേ പൊടിഞ്ഞ് കിടക്കും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ട് കുറച്ച് പൊടിഞ്ഞിട്ടേ ഉള്ളൂ. പെട്ടെന്ന് വലിച്ചിളക്കിയെങ്കിൽ പടപടാ പൊടിയും. ഇതിൻ്റെ അകത്ത് ഇനിയൊരു കാര്യം ചെയ്യാം, ഫുള്ളും സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട്, അതും കൂടി ഞാൻ വീഡിയോ കാണിക്കാം. മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഇളക്കും. അന്നേരം ഇത്രയും പൊടിഞ്ഞു പോകത്തില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതാണ് താഴെ കിടക്കുന്ന പൊടിയുണ്ട, ഇതെല്ലാം കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. നമ്മൾ നല്ലോണം വാഷ് ചെയ്തിട്ട് നോക്കിയാലും അവിടെ ഇച്ചിരി ഒട്ടിയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ക്ലൗ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇതാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ നമ്മളെ ഈ ഫ്രെയിം എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഗമ്മൊക്കെ ഉണ്ടോ, ഞാൻ ഈ പശയൊക്കെ ഒന്ന് വെച്ച് കാണിച്ചതാണ്. കാരണം LCD മാറുമ്പം ഈ ഗമ്മൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളപ്പോൾ അധികം ഗം വെക്കേണ്ടി വരത്തില്ല. എന്ന് പറഞ്ഞാൽ വെക്കേണ്ടി വരും. കാരണം ഒരു സീറ്റിംഗ് ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഞാനിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതാണ്ട് ഇച്ചിരി കൂടി തരിയിരിക്കുന്നുണ്ട്. അതാണ് അവിടെയൊക്കെ ഇച്ചിരി തരിയുന്നുണ്ട്. അതാണ് ഞാൻ തൂത്ത് കളഞ്ഞത്. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടി നിൽക്കും, അതാണ് രസം. അപ്പോൾ ഞാൻ ഫ്രെയിമും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്പ്ലേ കാണിക്കാം കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുന്നത് തന്നെയാണ്, പക്ഷേ സീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇതിനില്ല. കണ്ടോ, ഇതിപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സീറ്റിംഗ് ആവില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ സീറ്റിംഗ് ആക്കാൻ പോകുന്നത്. സീറ്റ് ആവാത്ത ഒരു സാധനം സീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലൂടെ വരുന്ന പ്രോബ്ലംസ് പലർക്കും ഇപ്പം അറിയാത്ത കാര്യങ്ങളാണത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക. അതാണ് അങ്ങനെ ആയിരിക്കും വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ്ടേ സീറ്റിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവസാനം നമുക്ക് തന്നെ വന്ന് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവും ഡിസ്പ്ലേയിൽ. അതുകൊണ്ട് വെച്ച് തന്നെ കാണിക്കാം. കണ്ടോ, ഫ്രെയിമിന്റെ വെളിയിലാണ് ഡിസ്പ്ലേ നിൽക്കുന്നത്. നോക്കിയാണോ, അതാണ്ട് ഫ്രെയിമിന്റെ വെളിയിലാണ്. ഞാൻ ഇപ്പം സ്ട്രിപ്പ് ഒന്ന് ഇട്ടോട്ടെ. സ്ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണമല്ലോ. ടച്ച് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേ വേറെ എന്തെങ്കിലും ഡോട്ടോ ഇഷ്യൂവോ എല്ലാം ഉണ്ടോ നോക്കണം. അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒട്ടിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒട്ടിക്കുമ്പോഴാണ് മെയിൻ വിഷയങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതാണ്ട് ഓൺ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ട്യൂസർ വെച്ചിട്ടാണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അതാണ്ടേ ഷോർട്ട് ചെയ്ത് ഇട്ടാൽ മതി, ഓൺ ആവും. ഓക്കെ, A70. അതുപോലെ തന്നെ സാംസങ്ങിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ട്. എല്ലാവരും ലൈൻ ഇഷ്യൂ ആണ്. ഇഷ്ടംപോലെ ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ടിങ് മറ്റുള്ള മൊബൈൽസൊക്കെ കമ്പയർ ചെയ്യുമ്പം ഈ ബൂട്ടായി വരുന്ന സമയം സാംസങ്ങിന് കൂടുതലാണ്. ഞാൻ എല്ലാ മോഡലും നോക്കി, ബൂട്ടിങ് ടൈം അധികം എടുക്കുന്നുണ്ട്. മറ്റുള്ള മൊബൈൽസൊക്കെ പടപടയെന്ന് വരും, ഇത് മാത്രം ഇച്ചിരി ഡിലേ ആവും. ഓക്കെ, ഓണായി വന്നിട്ടുണ്ട്. ഒന്നും കാണാൻ വയ്യല്ലോ മച്ചാനെ, ഇരുണ്ടിരിക്കുകയാണല്ലോ. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഡൗൺ ആയി കിടക്കാൻ തോന്നട്ടാ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ LED ഡിസ്പ്ലേ മാറുന്ന മൊബൈലിൽ LCD എടുത്തിടുമ്പം ഡയറക്റ്റ് ഡൗൺ ആയി തന്നെ ഇരിക്കും. നിങ്ങൾ അതും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ എപ്പോൾ LED ഡിസ്പ്ലേക്കകത്ത് LCD എടുത്ത് വെക്കുമ്പോൾ അപ്പോഴേ ബ്രൈറ്റ്നസ് ഫുൾ ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്ന് നോക്കിയിട്ട് ഒന്നും കാണാൻ വയ്യ മച്ചാനെ, ഒട്ടും കാണാൻ വയ്യ. ഇപ്പം ബ്രൈറ്റ്നസ് അധികം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലോക്ക്. ഓക്കെ, ഇനി ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പം നോക്കിയാൽ ഇതിലും ഞാൻ അധികം ചെക്ക് ചെയ്യത്തില്ല. ഞാൻ ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിക്കും, എല്ലാ സ്ഥലത്തും ഒരു കറക്കും, അത്രേ ഉള്ളൂ, അത്രേ ചെയ്യത്തുള്ളൂ. അതിനും കൂടുതലൊന്നും ഞാൻ ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അതിൻ്റെ ഓഫ് ചെയ്തു. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം ഞാൻ ഈ കാണിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്പ്ലേ എങ്ങനത്തെ ടൈപ്പാണെന്ന് എനിക്കറിയില്ല, അതെങ്ങനെയാണ് ക്വാളിറ്റി എന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണം. സിം ഇട്ട് ചെക്ക് ചെയ്യണം, ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യണം. ഇച്ചിരി നേരം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് തിരിച്ചെടുത്ത് നോക്കണം. ഇതെല്ലാം നോക്കി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഒട്ടിക്കാവൂ. കൈ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാശ് കയ്യിരുന്ന് പോകും വെച്ചാണ്. അന്നത്തെ ദിവസം പിന്നെ നമുക്ക് മെനക്കേടായിരിക്കും. അതുകൊണ്ട് ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് നല്ല ചെക്ക് ചെയ്തിട്ട്
അതിനുശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് എടുത്ത് ഡിസ്പ്ലേ നോക്കുമ്പോൾ ഓട്ടോ ടച്ചോ എന്തെങ്കിലും ലൈൻസോ എല്ലാം വരുന്നുണ്ടോ ഡോട്ട് ഉണ്ടോ എല്ലാം അറിയാൻ പറ്റും ഒരു 10 മിനിറ്റ് ഓണാക്കി മാറ്റി വയ്ക്കുമ്പോൾ. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഒട്ടിക്കാവൂ. ഇപ്പോൾ ഞാനിവിടെ താഴത്തെ സ്റ്റിക്കർ ഇളക്കിയിട്ട് ഒട്ടിക്കുകയാണ്. കാരണം സീറ്റിംഗ് ഇച്ചിരി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റിക്കർ ഇളക്കിയിട്ട് അവിടെ ഒട്ടിക്കുന്നത്. പക്ഷേ LED ഡിസ്പ്ലേ ഉള്ള മൊബൈൽ LCD ഒട്ടിക്കുമ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് ഒന്നും കൂടി ആവാതിരിക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സീറ്റിംഗ് ഒന്നും കൂടി കുറയും. നോക്കിക്കോണേ, കണ്ടാ സീറ്റിംഗ് കുറഞ്ഞണ്ടാ. ഞാൻ എങ്ങനെ നോക്കിയിട്ടും സീറ്റിംഗ് ഉണ്ടോ. ഡിസ്പ്ലേ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുക, ഒരു സ്ഥലത്ത് ഫിക്സ് ആവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുക എന്ന് പറഞ്ഞാൽ ഫ്രെയിമിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങി നിൽക്കത്തല്ലേ ഉള്ളൂ. കണ്ടോ, ഒരു സീറ്റിങ്ങിൽ കറക്റ്റ് ഫ്രെയിമിന്റെ ഉള്ളിൽ വീണാൽ മാത്രമേ നമുക്കത് ഫിക്സ്ഡ് ആയിട്ടൊന്നും നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ സൈഡ് എല്ലാ സൈഡിലും സീറ്റിംഗ് കുറവാണ്. പ്രത്യേകിച്ച് അടിയിൽ നമ്മുടെ സ്ട്രിപ്പ് വരുന്ന ഭാഗം അവിടെ സീറ്റിംഗ് ഒട്ടുമില്ല. അത് നമുക്ക് അറിയാൻ പറ്റും. പ്രസ് ചെയ്യുമ്പോൾ താഴെ ഫ്രെയിമിൽ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവും. ഇനി നിങ്ങൾ ഡിസ്പ്ലേ മാറാൻ നേരത്ത് നിങ്ങൾ നോക്കിയാൽ മതി. സീറ്റിംഗ് ആവാത്ത ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ താഴെ ഫ്രെയിമിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ LCD മാറാൻ നേരത്ത് നിങ്ങൾക്ക് താഴെ, അതായത് സ്ട്രിപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും സീറ്റിംഗ് ഇഷ്യൂ വന്നിട്ട് ഓട്ടോ ടച്ച് ഇഷ്യൂ വരുമെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു ചെറിയൊരു സ്റ്റിക്കർ എടുത്തിട്ട് ആ ഭാഗത്തൊന്ന് ജസ്റ്റ് താഴെ സ്ട്രിപ്പിന്റെ ഭാഗത്ത് ഒട്ടിച്ചാൽ മതി. ഒട്ടിച്ചിട്ട് നിങ്ങൾ അതിനുശേഷം ഡിസ്പ്ലേ മാറിയാൽ മതി. യാതൊരു ഇഷ്യൂ വരത്തില്ല, ഓട്ടോ ടച്ച് ഇഷ്യൂ ഒന്നും വരില്ല. ഞാൻ ഈ ഡിസ്പ്ലേ അപ്പുറത്ത് ഇപ്പുറത്ത് മാറ്റി വെച്ച് നോക്കുന്നത് ഇത് എങ്ങനെ ഇതിനെ സീറ്റിംഗ് ആക്കാം എന്നാണ് കേട്ടോ. അല്ലാതെ ഞാൻ ചുമ്മാ എടുത്തെടുത്ത് വെച്ചുകൊണ്ട് നോക്കുമല്ല. ഇത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കണം. നമ്മൾ എവിടെ തട്ടിയാൽ അത് വീഴും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ, ഒരു ഇതുണ്ടല്ലോ. അതുപോലെ കണ്ടോ സീറ്റിംഗ് ഉണ്ടോ. ഞാൻ എവിടെയൊക്കെ അത് സീറ്റിംഗ് ആക്കണം, എവിടെയൊക്കെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ എവിടെ സീറ്റ് ആവും, എവിടെ പൊങ്ങി വരും, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ്, ഇതെല്ലാമാണ് ഞാൻ ചിന്തിക്കുന്നത്. റബ്ബർ ബാൻഡ് ഇടുന്ന കാര്യങ്ങളെല്ലാമാണ് ചിന്തിച്ചാണ് ഞാൻ ഇത് ഓരോന്നും വെച്ച് നോക്കുന്നത്. ഫ്രെയിമിന്റെ ഉള്ളിൽ കറക്റ്റ് വെച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കണം. നമുക്കിപ്പോൾ ഒരു സീറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഒറ്റ ട്രിപ്പ് നോക്കും, ഫ്രെയിമിന്റെ ഉള്ളിൽ ഫസ്റ്റ് ടൈം മാത്രമേ നോക്കത്തുള്ളൂ, പിന്നെ ഗമ്മടിച്ച് അങ്ങ് പോകും. ഈ ഡിസ്പ്ലേ ആണ് ഇത്രയും നേരം ഞാൻ നോക്കുന്നത്. അതാണ്ട് സീറ്റിംഗ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും തന്നെ ആ സ്ട്രിപ്പ് ഒട്ടിച്ചത് റിമൂവ് ചെയ്തിട്ടുണ്ടോ. എന്നിട്ട് ഇപ്പൊ വെച്ച് നോക്കാം. ഇപ്പൊ ഇച്ചിരി സീറ്റിംഗ് നേരത്തെ ഇരുന്നേക്കാട്ടിൽ ഇച്ചിരി കൂടുതൽ കിട്ടും. നോക്കണേ, കണ്ടോ. കാരണം നമ്മൾ ഇച്ചിരി നീക്കി ആ സ്ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അതുപോലെ തന്നെ ആ താഴെ ഫ്രെയിമിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ കമ്പോണൻസ് ഒക്കെ വീഴാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് സ്ട്രിപ്പിന്റെ അകത്തിരിക്കുന്ന. ആ IC ഒക്കെ വരുന്ന ഭാഗങ്ങൾ വീഴാനുള്ള ആ ഗ്യാപ്പിൽ നമുക്ക് ആനക്കുമ്പോൾ പോയി വീഴുമ്പോൾ കുറച്ചും കൂടി സീറ്റിംഗ് കിട്ടും. പക്ഷെ നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ലെവലിലല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അപ്പം ഇത് ഈ മേളിൽ കിടന്ന്, ഈ ഫ്രെയിമിന്റെ മേളിൽ കിടന്ന് ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് സീറ്റിംഗ് കുറയും. എന്നാലും സീറ്റിംഗ് ഇല്ല, പക്ഷെ നേരത്തെ കാട്ടിൽ ഇച്ചിരി സീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒന്നും നോക്കാൻ പോകുന്നില്ല, ഒട്ടിക്കാൻ പോവാണ്, ഡയറക്റ്റ് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ആൾറെഡി എനിക്ക് എല്ലാം മൈൻഡിലും സെറ്റായി കഴിഞ്ഞു. എവിടെയൊക്കെ ഗമ്മ് എങ്ങനെ വയ്ക്കണം, എങ്ങനെ ഒട്ടിക്കണം, എങ്ങനെ ഇത് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യണം, എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മൈൻഡിലെല്ലാം പതിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഗമ്മ് വയ്ക്കുകയാണ്. ഗമ്മ് ഞാൻ അധികം വെക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇച്ചിരി അധികം വെക്കുന്നുണ്ട്. അതിനുവേണ്ടി വാരി കയറ്റി ഫ്രെയിമിന്റെ നടുക്കും അവിടെ ഇവിടെ ഒന്നും വെക്കുന്നില്ല. ഞാൻ 4 സൈഡിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ചിലരൊക്കെ നമ്മൾ ഈ സീറ്റിങ്ങിന് വേണ്ടി നടുക്കൊക്കെ, ഫ്രെയിമിന്റെ നടുക്കൊക്കെ ഇങ്ങനെ ലൈനായിട്ടോ കുത്തുകുത്തായിട്ടോ വെച്ചവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സീറ്റിങ്ങിന് വേണ്ടിയാണ് സംഭവം ചെയ്യുന്നത്. പക്ഷെ ഞാൻ 4 സൈഡിൽ മാത്രമേ വെക്കൂ. അതിന് എന്ത് വന്നാലും 4 സൈഡിലല്ലാതെ വേറെ എവിടെയും ഞാൻ ഗമ്മ് വയ്ക്കാറില്ല. അപ്പോൾ ഇതാണ്ടേ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി വെക്കുന്ന പോലെ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നോർമലി വെക്കുന്ന പോലെ തോന്നുന്നെങ്കിലും ഞാൻ ഇച്ചിരി കൂടുതലാണ് വെച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇച്ചിരി കൂടുതലാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഫുള്ള് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് സൈഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തിയാവും. അപ്പോൾ ഇച്ചിരി ഗമ്മ് കൂടിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവുക. വെച്ചു, മുകളിലോട്ട് ഇച്ചിരി നീക്കി വെച്ചിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് നീക്കണം. പക്ഷെ ഇതിൽ പറ്റത്തില്ല. സൈഡ് സ്ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് മുകളിലോട്ടും നീക്കാൻ പറ്റത്തില്ല, താഴോട്ടും നീക്കി വെക്കാൻ പറ്റില്ല. കണ്ടോ, മേളിൽ കിടക്കുക ഒട്ടും ശരി. ഇപ്പം ഞാനിത് പിടിച്ചിരിക്കുമ്പോൾ ഡിസ്പ്ലേ ചുമ്മാ അങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രെയിമിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഫുള്ള് നിർത്തേണ്ടത് ഗമ്മിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഫുള്ള് റബ്ബർ ബാൻഡ് ഇടും. അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഓവർ ടൈറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ മൊബൈല് ഫസ്റ്റ് ടൈം നമ്മളൊരു മൊബൈല് ഓവർ ടൈറ്റ് ചെയ്യാൻ പോവാണ്. ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ് എന്താണെന്നുള്ളത്, പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ടേ റബ്ബർ ബാൻഡ് ഇടുകയാണ്. ആദ്യമേ നോർമലി റബ്ബർ ബാൻഡ് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓവർ ടൈറ്റ് എന്ന് പറയുന്നത് ഞാൻ അധികം റബ്ബർ ബാൻഡ് ഇടും. അതേ സമയത്ത്
ചില റബ്ബറുകളൊക്കെ ഇച്ചിരി ടൈറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. സീറ്റിംഗ് ആവുന്ന സ്ഥലത്ത് ഞാൻ സീറ്റിംഗ് ആവാത്ത സ്ഥലത്ത് ഇച്ചിരി ടൈറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഓവർ ടൈറ്റ് ഇടല്ലേ എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓവർ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് കൂടി പറയാം. നമുക്ക് ചില ഡിസ്പ്ലേയിൽ ഒരു 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 എന്താ പറയുക, ഒരു ഉറപ്പുണ്ടാവും. ഈ ഡിസ്പ്ലേ നമ്മൾ എത്ര ഇട്ടാലും നമുക്ക് കംപ്ലൈന്റ് വരത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടാവും. അത് ഈ ഈ ടെക്കിൽ നിൽക്കുന്നവർക്ക്, ഈ സർവീസ് ചെയ്യുന്നവർക്ക്, നിങ്ങൾ ഇത്രയും നാൾ സർവീസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഏത് ഡിസ്പ്ലേ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പണിഞ്ഞാലും പറയത്തില്ലേ, എത്ര അടി കൊടുത്താലും ഇങ്ങനെ കിടക്കുമെന്ന് പറയത്തില്ലേ, അതേപോലെ നമ്മൾ എന്തൊക്കെ പ്രസ് ചെയ്താലും നെക്കിയാലും പിടിച്ചാലും ചില ഡിസ്പ്ലേകൾ മാത്രം ചലിക്കൂല. പക്ഷെ ചില ഡിസ്പ്ലേയിൽ ചെറിയൊരു പ്രസ്സിങ് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് ആട്ടോ ടച്ച് പിന്നെ തുടങ്ങിക്കോളും അങ്ങോട്ട് കംപ്ലൈന്റ്. പക്ഷെ ചില ഡിസ്പ്ലേകളിൽ നമ്മൾ എത്ര പ്രസ് ചെയ്താലും എത്ര ടൈറ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പറ്റിയാലും തന്നെ സംഭവം അവിടെ കിടക്കില്ല, ഉപ്പിലിട്ട മാങ്ങ പോലെ അങ്ങ് കിടന്നോളും. അതിലൊരെണ്ണമാണ് ഇത്. ഇപ്പൊ എത്ര ഞാൻ ടൈറ്റ് ചെയ്തേക്കുന്നുണ്ടോ, ഫുള്ള് ടൈറ്റിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഒരു തൃപ്തിയില്ല. നോക്കിയേ, ഞാൻ ഇട്ടിരിക്കും നോക്കിയേ, നല്ല ടൈറ്റ് ചെയ്ത് വരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 4 സൈഡിലും സീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒരു മൈൻഡും ഇല്ല. അതേപോലെ ഞാൻ ഈ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ ആട്ടോ ടച്ച് ഇഷ്യൂ ഒന്നും വരില്ല. പക്ഷേ ഒരു വൈറ്റ് ഡോട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, മതിയോ എന്ന് വെച്ചു. കാരണം കസ്റ്റമർ സീറ്റിംഗ് മസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. LCD ആയാലും എനിക്ക് നല്ല സീറ്റിംഗ് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഡോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിത് ഉണക്കാൻ വെച്ചു. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇത് എപ്പോൾ എടുത്തെന്ന് പറഞ്ഞാൽ പിറ്റേന്നാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. തലേന്ന് വെച്ച് വൈകിട്ട് വെച്ച സെറ്റാണിത്, പിറ്റേന്നാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കാരണം അത്രയും സീറ്റിംഗ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ഡോട്ടിന്റെ കാര്യത്തിൽ ഒരു ഇതില്ല, നമുക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ ആട്ടോ ടച്ച് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും അതാണ്. കസ്റ്റമറോട് അതിൽ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ ഇന്ന കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് പറയണം. ഇവിടെ ഞാൻ കസ്റ്റമറോട് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഒരു സുഹൃത്താണ്, ആട്ടോ ടച്ചോ അങ്ങനെ ഒരു ഇഷ്യൂവും വരത്തില്ല. പക്ഷേ ഡോട്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും റബ്ബറാണ് ഞാൻ ഒരു മൊബൈലിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന ഇഷ്യൂ ആട്ടോ ടച്ചും വൈറ്റ് ഡോട്ടും. വൈറ്റ് ഡോട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോൾ ഓവർ ടൈറ്റ് ചെയ്യുന്നെങ്കിലും നമുക്ക് വൈറ്റ് ഡോട്ട് വരാനുള്ള ചാൻസസ് അധികമാണ്. പക്ഷേ ഇവിടെ ആട്ടോ ടച്ച് വരരുത്. വൈറ്റ് ഡോട്ട് വരുന്നത് പറഞ്ഞാൽ കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആട്ടോ ടച്ച് വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് കോൺഫിഡന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫ്രെയിം ഇട്ട് സെറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓണാക്കി അത് ചെക്ക് ചെയ്യും. ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷമേ ഞാൻ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് മാറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഇത്രയും ടൈറ്റ് ചെയ്തിട്ട്, നിങ്ങൾ ചിലർ ചിന്തിക്കായിരിക്കും ഇത്രയും ടൈറ്റ് ചെയ്തിട്ട് ആ ഒരു കോൺഫിഡന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കായിരിക്കും, എങ്ങനെ ഈ കോൺഫിഡന്റോട് കൂടി ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിതാ സ്ക്രൂ ഇടുന്നത് ഞാൻ ഇവിടെ നേരത്തെ പോലെ സ്പീഡ് കൂടുന്നില്ല, ഒരുവിധം ലിമിറ്റായിട്ട് തന്നെ ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് നിങ്ങൾ ഫുള്ളായിട്ട് നോക്കണം. കാരണം ഞാൻ ഇത്രയും ഓവർ ടൈറ്റ് ചെയ്തു, ഡിസ്പ്ലേ സെറ്റ് ചെയ്തു, അവിടെ സീറ്റിംഗും ആയിട്ടുണ്ട്. സീറ്റിംഗ് ഒന്നും കൂടി ഞങ്ങൾക്ക് കാണിക്കാം, ക്ലിയർ ആയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന അപ്പോൾ എന്തൊക്കെ വന്നതാണ്, ഇപ്പൊ എല്ലാവരുടെ നിങ്ങളുടെ മൈൻഡിൽ ഓടുമായിരിക്കും, ഇത്രയും വലിച്ചു കെട്ടി വെച്ചതാ, എന്തായാലും ഇഷ്യൂസ് ഇതിൽ ഉണ്ടാവും. ഇത് ലൈവായിട്ട് തന്നെ, അതായത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കാണിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് എന്ത് ഇഷ്യൂ വന്നാലും, ഇപ്പൊ ഞാനിത് ഓൺ ആക്കാൻ നേരത്ത് ആട്ടോ ടച്ച് വന്നാലും ശരി, അതുപോലെ തന്നെ ഡോട്ടുകൾ വന്നാലും ശരി, എല്ലാം അങ്ങനെ ലൈവായിട്ട് കാണിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവും ഒരു ഡിസ്പ്ലേ നമ്മൾ LCD മാറുമ്പോൾ ഇതിനകത്ത് വരുന്ന ഇഷ്യൂസ്, അതായത് പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിൽക്കാൻ പറ്റും. വേറൊരു മൊബൈൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഒരു കസ്റ്റമർ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഡിസ്പ്ലേ ഇളകി തന്നെ ഇരിക്കുകയാണ്. പുള്ളി മാറിയതാണ്. അപ്പം അവിടെ ഷോപ്പിൽ പറഞ്ഞു ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ടൈറ്റ് ചെയ്താൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം പുള്ളിയുടെ ഡിസ്പ്ലേ ഇളകിയിരിക്കുകയാണ്, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഗം ചെയ്ത് കൊടുത്തു, പുള്ളി കൊണ്ടുപോയി. അപ്പോൾ ചിലർക്ക് ആ ഒരു പേടി ഉണ്ടല്ലോ, ആ പേടി ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ അതാണ്ടേ നമ്മൾ സ്ക്രൂ ചെയ്തു. ഇനി ബാക്ക് പാനൽ കവറും കൂടി ഒട്ടിക്കണം. ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇടാനുണ്ട് കേട്ടോ. ഈ ബാക്ക് പാനൽ കവർ നമുക്ക് സീറ്റ് ആക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പിന്നെയും റബ്ബർ ബാൻഡൊക്കെ ചുറ്റി മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ 2 വട്ടം റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്സിങ് കൂടി, ഇപ്പം നമ്മൾ ആൾറെഡി ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രസ്സിങ് കഴിഞ്ഞു. ഇനി അടുത്ത് ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് ടൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കയറുമ്പോൾ ഡിസ്പ്ലേയുടെ പരുവൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആൾറെഡി ഓവർ ടൈറ്റിലാണ് അത് സീറ്റിംഗ് ആക്കിയിരിക്കുന്നത്. പിന്നെയും ഞാൻ ഈ ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാൻ അതിനെ ടൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് അങ്ങനെ ഓൺ ആക്കാൻ പോവാണ്.
അപ്പോൾ എന്താ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് തന്നെ കണ്ടു നോക്കുക. അതാണ്ടേ റബ്ബർ ബാൻഡ് ഇടുകയാണ്. ഇത് നമ്മൾ 3 ലൈനാണ് കറക്കിയേക്കുന്നത്. ഞാൻ ഇതുവരെ 3 ലൈൻ കറക്കി റബ്ബർ ബാൻഡ് ഇടൂല. അതാണ്ട് അടുത്ത്, കാരണം ബാക്ക് പാനൽ കവർ ഫുള്ള് സീറ്റ് ആവണം. നമ്മളിപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ഡോട്ടിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ എന്ത് വന്നാലും എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ എൻ്റെ കയ്യിൽ ഇരുന്ന് ഈ ഡിസ്പ്ലേയുടെ പൈസ പോയി അത്ര തന്നെ. അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല, പോയി. അപ്പോൾ അതാണ്ട് പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ്. നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങട്ടെ. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 4 മണിക്കൂർ ആയി കാണും, ഏകദേശം. ഓക്കെ, നമ്മളിത് ഇളക്കുവാണ്, റബ്ബർ ബാൻഡ് ഇളക്കാണ്. ഫുള്ള് സീറ്റിങ്, ഫുള്ള് നിറഞ്ഞ ഫുള്ള് കണ്ടോ. ഡിസ്പ്ലേ ഒക്കെ ഒരു സൈഡിൽ ഒരു ഇച്ചിരി പോലും വെട്ടം വരുന്നില്ല, ആ രീതിയിലാണ് സീറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം, ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ സീറ്റിങ് കണ്ടോ, ഈ ഗമ്മെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും കേട്ടോ. ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് കസ്റ്റമറെ കൊടുക്കൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, കണ്ടായിരുന്നോ, ഗമ്മൊക്കെ ചാടിയിട്ടുണ്ട്. കാരണം അത്രയും നമ്മൾ ഇരുത്തിരിക്കുകയാണ്. അപ്പോൾ അകത്തിരുന്ന ആ ഗമ്മൊക്കെ ഇങ്ങനെ തേളി പുറത്ത് ചാടി ഉണങ്ങിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും പാടുപെട്ടാൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റൂ, കസ്റ്റമർ പറഞ്ഞ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കാനുണ്ട്. അതുകൊണ്ടോ സൈഡൊക്കെ ഞാൻ ചുമ്മാ ചിരണ്ടി കാണിക്കാനുണ്ടോ, ഇതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി. ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി കസ്റ്റമറെ കൊടുക്കും. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഓവർ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഓവർ ടൈറ്റ് ചെയ്തിട്ട് ഇനിയാണ് ഓണാക്കാൻ പോകുന്നത്. ഇതുവരെ മൊബൈൽ ഓൺ ആക്കിയിട്ടില്ല, ഡയറക്റ്റ് ഇപ്പോഴാണ് ഓൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓണാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ കസ്റ്റമറെ കൊടുക്കുമ്പോൾ ഞാൻ വൃത്തിയാക്കാം. എന്നാലും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ ഓൺ ചെയ്യാണ്. സാംസങ് A70 ഡോണ്ടേ ഫസ്റ്റ് ഓൺ ആക്കിയ ഉടനെ തന്നെ താഴെ ഡോട്ട് ഉണ്ടോ, വൈറ്റ് ഡോട്ട് ഉണ്ടോ, സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് വന്നേക്കുന്നുണ്ടോ, ഈ ഒരു ഡോട്ട് വരും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സീറ്റിംഗ് ഓവറായിട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് പറയണം, വൈറ്റ് ഡോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്നത് എന്താ ഇവിടെ വെട്ടം വരുന്നതെന്നൊക്കെ ചോദിക്കും. ഒരുപാട് കസ്റ്റമർ അങ്ങനെ ചോദിക്കും, അത് ഒരു ഇതായിട്ട് മാറും. അതുകൊണ്ട് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കാര്യങ്ങൾ വൈറ്റ് ഡോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ഡോട്ട് വരും. ഒരു മച്ചാൻ നമുക്ക് സെപ്പറേറ്റ് വാട്സപ്പിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഡോട്ട് വരുന്നുണ്ട് ഞാൻ സെറ്റ് ചെയ്തതിനു ശേഷം. മച്ചാനെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ മച്ചാന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓവർ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ബ്രോ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ വൈറ്റ് ഡോട്ട് വന്നിട്ടുണ്ട്. ടച്ച് ഇഷ്യൂ ഇല്ല, കണ്ടോ, ആട്ടോ ടച്ച് ഇഷ്യൂ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഡിസ്പ്ലേ നീറ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ച് എല്ലാ സ്ഥലത്തും കറക്കി കാണിച്ചു, നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂ വന്നിട്ടില്ല. അതാണ് ഇതെല്ലാം വൃത്തിയാക്കാണ്. അപ്പോൾ സീറ്റിങ് ഫുള്ള് ക്ലിയർ സീറ്റിംഗ് ആണ്. ക്ലിയർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സീറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ സീറ്റായിട്ടുണ്ട്. എവിടെയും ചാട്ടവും പിടിക്കോ ഒന്നുമില്ല. അപ്പോൾ 4 സൈഡ് മാത്രമേ നമ്മൾ ഗമ്മ് വെച്ചിട്ടുള്ളൂ. നമ്മൾ ആകെ ചെയ്തത് ഇച്ചിരി ഓവർ ടൈറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൽ മെയിനായ കാര്യം, സീറ്റിംഗ് ആവാത്ത ഒരു ഡിസ്പ്ലേ ആയാലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ എത്ര ടൈറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ചെക്കിങ്ങിലേക്ക് പോവാം. ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി നിങ്ങൾക്ക് സൈഡിൽ വെട്ടം വരുന്നുണ്ടോ എന്നുള്ളത്. ഇത് ആൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും ഫുൾ വീഡിയോയിൽ ഇത് ആഡ് ചെയ്തിരിക്കുക. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, എവിടെയെങ്കിലും വെട്ടം വന്നിട്ടുണ്ടോ? അപ്പം നമ്മൾ ചെയ്യുന്ന രീതിയുണ്ട്, നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേയിലും ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു വർക്കിലും പ്രശ്നം വരാൻ ചാൻസസേ ഇല്ല മച്ചാനെ. അപ്പം ഇതിൻ്റെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ഡോട്ട് വരും. LCD നമ്മൾ ഓവർ ടൈറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വൈറ്റ് ഡോട്ട് കൺഫേം ആയിട്ടും വരും. അത് നിങ്ങൾ കസ്റ്റമറോട് പറയുക വൈറ്റ് ഡോട്ട് വരുമെന്ന്. പക്ഷെ ആട്ടോ ടച്ച് ഇഷ്യൂ വരില്ല. പക്ഷെ പലർക്കും ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ മസ്റ്റ് ആയിട്ട് നല്ലതായിരിക്കും മച്ചാനെ, നല്ലതായിരിക്കണം മച്ചാനെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.